കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെ അല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, അൾത്താര ശുശ്രൂഷകരെ, ഗായക ശുശ്രൂഷകരെ, വീണ്ടും നമ്മൾ 4ാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗം നമ്മൾ കേൾക്കുക. അപ്പത്തെക്കുറിച്ചുള്ള വചനഭാഗമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എഴുന്നേറ്റ് ഭക്ഷിക്കുവൻ അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുവൻ എന്ന ഒരു കാര്യം. അതിന് മുന്നത്തെ ആഴ്ച ഈശോ നമ്മൾ സംസാരിച്ചത് അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്, ഇല്ലേ? ഒരു വസ്തുവിൽ ഈശോയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കും. ഈശോയ്ക്ക് തൻ്റെ ശരീരത്തിൽ തന്നെ മാറ്റം വരുത്താൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ വെള്ളത്തിന് മീത് നടന്നത്. അങ്ങനെയെങ്കിൽ വസ്തുവിലും തൻ്റെ ശരീരത്തിലും മാറ്റം വരുത്താൻ സാധിക്കുന്ന ഈശോയ്ക്ക് തൻ്റെ ശരീരത്തെ ഒരു അപ്പത്തിലേക്ക്, ഒരു ഓസ്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ മനസ്സിലാക്കി, അപ്പം അത് സ്വീകരിക്കാൻ കുമ്പസാരിക്കണം. കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കുക. ഇനി ഇന്നത്തെ 1ാം വായനയിലും 2ാം വായനയിലും ഒരു വാക്ക് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? ഏത് വാക്കാണ്? ഇന്നത്തെ 1ാം വായനയിലും 2ാം വായനയിലും ഒരു വാക്ക് അത് ആവർത്തിക്കുന്നുണ്ട്. എന്തായിരിക്കും? നമ്മൾ ഇപ്പോൾ ചേച്ചി അല്ല അനിയൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടുവർത്തമാനം അനുസരിച്ച് എടാ മണ്ട എന്താണ് കാണിക്കണം എന്ന് ചോദിക്കില്ലേ? ഇല്ലേ? എനിക്ക് അവന് കണ്ടാതെ അവൻ കമഴ്ന്നൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എടാ കുർബാനയിലെടാ മണ്ട നീ എന്ത് കാണിക്കണം അല്ല ചേച്ചി ചോദിക്കും. അപ്പം അങ്ങനെ അത് ഒരു ആത്മീയ കാര്യം. ഇനി എന്തോരം ജീവിതത്തിൻ്റെ കാര്യങ്ങളുണ്ട്. കളി സമയത്തോ പഠിക്കുന്ന സമയത്തോ ഒക്കെ, ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട കാണിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയാം. അതുപോലെ ഇന്നത്തെ 1ാം വായനയിലും അല്പബുദ്ധികളെ ഇങ്ങോട്ട് വരും. അല്പബുദ്ധി. അപ്പോൾ വാക്ക്, ഞാൻ പറഞ്ഞ വാക്ക് ഭോഷത്വം എന്നുള്ള വാക്കാണ്. അത് ഭോഷത്വം വെടിഞ്ഞ് ജീവിക്കുവൻ. ശൂന്യനോട് അവൾ പറയുന്നു, ബുദ്ധിശൂന്യൻ, അല്പബുദ്ധി.
ഭോഷത്വം വെടിഞ്ഞ് ജീവിക്കും. 2-ാം വായനയിലും ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ആത്മീയ മേഖലയിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ ഒരാൾ നന്നായിട്ട് വന്ന് മുട്ടൂത്തിന്ന് കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ലോകത്തിൻ്റെ കണ്ണിൽ മണ്ടൻ, വേറെ പണിയിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ വല്ല കാര്യമുണ്ട് എന്ന് പറയും. പക്ഷേ ഈ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാത്തവനെ ആണ് ഈ ബുദ്ധിശൂന്യൻ എന്ന് പറയുന്നത്, ഭോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അല്പബുദ്ധി. അപ്പോൾ ആരാണ് ബുദ്ധിശൂന്യൻ്റെ ഒരു വാക്ക് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴും ഒരു വാക്ക് പറഞ്ഞു, വിസ്റ്റം. വിസ്റ്റത്തിന് മലയാളത്തിൽ എന്താ പറയുന്നത്? ജ്ഞാനം. അപ്പോൾ ജ്ഞാനി, അത് ബുദ്ധിശൂന്യന് നമ്മൾ അല്ല ബുദ്ധിയുള്ളവന് ജ്ഞാനി എന്ന പേര് നമുക്ക് പറയാം. ജ്ഞാനി, ബുദ്ധിമാൻ. ആരാണ് ബുദ്ധിമാൻ? ആത്മീയ മേഖലയിൽ ആരാണ് ബുദ്ധിമാൻ എന്ന് ചോദിച്ചാൽ ബൈബിൾ കൊടുക്കുന്ന ടേം ജ്ഞാനി എന്നാണ്, ജ്ഞാനി. അപ്പോൾ സങ്കീർത്തനം 53 ദൈവനിഷേധകൻ്റെ മൗഢ്യം, അങ്ങനെ ടൈറ്റിലോടുകൂടി പറയുന്നുണ്ട്. ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന്, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയും ഭോഷൻ. കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ ഒരു ട്രെൻഡ് വന്നിരുന്നു. പള്ളിയിലൊന്നും പോയിട്ട് കാര്യം, ഓൺലൈൻ മതി. അങ്ങനെ ഒരു ഈ മാസിനെ, നമ്മളിപ്പോൾ ഞായറാഴ്ച അർപ്പിക്കുന്ന കുർബാനയെ മാസ് ഫോർ ദ പീപ്പിൾ എന്നാണ് പറയുന്നത്. മാസ് ഫോർ ദ പീപ്പിൾ. വികാരി അച്ഛൻ അല്ലെങ്കിൽ ആ ഇടവകയിൽ അച്ഛൻ പൊതുജനത്തിന് വേണ്ടി, മിസ്സ പോപ്പുളി എന്നാണ് ലാറ്റിൻ. പോപ്പുളി എന്നത് അത് ജനറ്റീവ് കേസിൽ വരും. മാസ് ഫോർ ദ പീപ്പിൾ, മാസ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ പോപ്പുളി, ഇപ്പം എന്താണ് ഇത് പറയല്ലേ, എന്താ പറയുന്നത്, നമ്മൾ പരിശുദ്ധ കുർബാന തിരുനാളിൽ എന്താ പറയുന്നത്? കോർപ്പൂസ് ക്രിസ്തി. അപ്പം ക്രിസ്തൂസ് എന്ന നൗൺ അത് ജനറ്റീവ് കേസ് ആകുമ്പോൾ ക്രിസ്തിയാവും. പോപ്പുളൂസ് എന്ന വാക്ക്, പീപ്പിൾ എന്ന വാക്ക് അത് ജനറ്റീവ് കേസിൽ വരുമ്പോൾ പോപ്പുളി, മിസ്സ പോപ്പുളിയാണിത്, പൊതുജനത്തിന് വേണ്ടിയുള്ള കുർബാന. അപ്പം ഇത് നമുക്ക് വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്ന കുർബാന, നമുക്ക് എല്ലാവർക്കും വേണ്ടി, പർട്ടിക്കുലറായിട്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുർബാനയല്ല ഇത്. അപ്പോൾ നമ്മൾ അത് ഞായറാഴ്ച ആചരണത്തിൽ വന്നത് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുർബാനയാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവൻ ഭോഷനാണ്. ഞായറാഴ്ച ആചരണം അത് കാര്യമായി ഗൗനിക്കാത്തവൻ ഭോഷനാണ്. അപ്പം ദൈവമില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ദൈവിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവനാണ് ജ്ഞാനി. ദൈവിക കാര്യങ്ങൾ, കൊന്ത നമസ്കാരം, കുടുംബ പ്രാർത്ഥന, ഇങ്ങനെ ഇതെല്ലാം കാര്യങ്ങൾക്കൊക്കെ, കുംഭസാരം, കുർബാന സ്വീകരണം, നൊവേന, അർപ്പണം, ചൊവ്വാഴ്ച ശുശ്രൂഷ, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവന് നമ്മൾ പറയുന്നത് ജ്ഞാനി എന്നാണ്. ബൈബിൾ വിളിക്കുന്ന പേര് ജ്ഞാനി. ഇതിനൊന്നും കാര്യമില്ലെന്ന് പറയുന്ന ഭോഷൻ എന്ന പേരാണ് കൊടുക്കുന്നത് ബൈബിൾ. അപ്പോൾ ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഇനിയും ഇത് ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അടുത്ത 53-ാം സങ്കീർത്തനം 52-ാമത്തെ വാക്യം, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ഞാൻ അന്ന് കുർബാന സ്വീകരണം ശിരസിലൊരു മുദ്രയുടെ കാര്യം പറഞ്ഞില്ലേ, മുദ്രയുള്ള സീലുള്ള തലകളെ ഇങ്ങനെ സ്വർഗം നോക്കും എന്ന് പറയുന്ന പോലെ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ? ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ? ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ട്. ഇങ്ങനെ സ്വർഗം നോക്കും. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ? അപ്പം ദൈവത്തെ തേടുന്നവനാണ് ബുദ്ധിമാൻ, ജ്ഞാനി. ദൈവത്തെ തേടാത്തവൻ, ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തവൻ മണ്ടനാണ്, മഠേനാണ്. ഇനി അപ്പം ദൈവഭക്തൻ എന്ന് പേര് പറയും. ഒരു ഭക്തൻ വന്നിരിക്കുന്നു, ഒരു ഭക്തൻ. അപ്പോൾ ഒരു പള്ളി വരുന്നവനെ നിഷേധിക്കുന്നവൻ, ഇന്നത്തെ സുവിശേഷത്തിൽ ഇവനെങ്ങനെ നമുക്ക് അവൻ്റെ ശരീരം ഭക്ഷണമായി തരാൻ സാധിക്കും? ഇവനെങ്ങനെ സാധിക്കും? ഒരു പിറുപിറുപ്പ്, ഒരു സംസാരം, അത് മണ്ടൻ്റെ ഒരു ഭോഷൻ്റെ സംസാരമാണ്. ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സുവിശേഷം എന്ന് പറഞ്ഞിട്ട് ഒരു എറണാകുളം അരപ്പുഴ രൂപതയിലെ ഒരു അച്ഛൻ, കപ്പിസ്ഥാൻ ലോപ്പസ് എന്ന് പറയുന്ന അച്ഛൻ, മുടിയൊക്കെ വളർത്തിയൊരു, എൻ്റെ ഒരു സീനിയറായിട്ടൊക്കെ പഠിച്ച അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ സ്വകാര്യം എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരു ഷോർട്സ് വീഡിയോ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കുള്ള പ്രസംഗം അച്ഛൻ അത് കാർമൽ ദർശൻ എന്ന മഞ്ഞുമ്മൽ
OCD സമൂഹത്തിൻ്റെ യൂട്യൂബ് ചാനലാണ്, അതിൽ കിടപ്പുണ്ട്. അപ്പം അതിൽ ഒരു കമൻറ്റ് വന്നിരിക്കുകയാണ്. ലിസ എന്തോ ഒരു ആദ്യം ഒരു ക്രിസ്ത്യൻ പേര് തോന്നും, പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ളത് ശിവദാസ് എന്നെന്തോ പേരാണ്. അപ്പോൾ ഒരു ഹൈന്ദവ സ്ത്രീയാണെന്ന് തോന്നുന്നു. അപ്പം ഈ അച്ഛൻ ഇങ്ങനെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ ആ സ്ത്രീ കമൻ്റ് എഴുതിയിരിക്കുകയാണ്, യൂട്യൂബ് ചാനൽ കമൻറ്റ്, എങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ പള്ളി വരുന്നവരാരും അല്ലെങ്കിൽ ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാരും മരിക്കുക, അല്ലെങ്കിൽ പിന്നെന്തിനാണ് സെമിത്തേരിയൻ, പിന്നെന്തിനാണ് സെമിത്തേരിയൻ? അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഇത് ഈ ഭൂമിയിൽ ജീവിതം തുടരുന്ന ഒരു ജീവിതമുണ്ട്. നിത്യജീവൻ്റെ അപ്പമാണ് പരിശുദ്ധ കുർബാന. ആ ഒരു ദൈവശാസ്ത്രം മറ്റു മതസ്ഥർക്ക് മനസ്സിലാകണമില്ല. മനസ്സിലാകാതെ ഒരു കമൻ്റ് ഇട്ടപ്പോഴും അതവർക്ക് മനസ്സിലായില്ല. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കേണ്ടതാണെന്ന് തോന്നുന്നു. അപ്പം അതാണ്. അപ്പം ദൈവഭക്തന് മാത്രമേ ചില കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. ഇനിയും നാലാമത്തെ ഞാൻ പറഞ്ഞു, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിൽ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയിൽ എല്ലാവരും ഇങ്ങനെ കരമുയർത്തി യേശുവേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മറ്റേവൻ ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയും ചിരിച്ചും കളിയാക്കിയും കൊണ്ടിരിക്കുന്നവൻ മണ്ടനാണ്. പരിഹസിച്ച് ഒരു കൈകൊട്ടിപ്പാട്ടുകാർ വന്ന് ഒരു സ്തുതിപ്പുകാരൻ വന്നേക്ക് എന്ന് പറഞ്ഞ് പറയുന്നവൻ അവൻ ദൈവത്തെ, അപ്പം ദൈവനിഷേധകൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അതാണ്. ഇനി അപ്പോൾ ഈ പെറുപെറുപ്പ് നമ്മളെന്തെങ്കിലും കാര്യത്തിന് ഒരു വൈദികനെയോ അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെയോ നമ്മളിങ്ങനെ പെറുപെറുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ പെറുപെറുക്കുന്നത് പോലെയാണ്. ഇവൻ എങ്ങനെ ഭക്ഷണം തരാൻ കഴിയും? അതിന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് ഇവൻ ഇന്നയാളുടെ മകനല്ലേ, ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതാണ് തുടക്കം. എന്നിട്ട് അടുത്ത ആഴ്ച നമ്മൾ കേൾക്കും ഇവരിറങ്ങിപ്പോവും. അപ്പം ദൈവ നിഷേധകൻ അവനിങ്ങനെ നിഷേധിച്ച് അവൻ ഒരു പടുകുഴി ചെന്ന് അങ്ങോട്ട് നിലംപതിക്കും. ആർക്കും കയറ്റാനും പറ്റില്ല, അവനും രക്ഷപ്പെടാൻ പറ്റില്ല. അതുപോലെ നിഷേധിച്ച് അങ്ങനെ പോകും. അപ്പം ഇന്നത്തെ സങ്കീർത്തനം 34 അധ്യായമാണ് ഇന്ന് പ്രതിവചന സങ്കീർത്തനം വായിച്ചത്. അത് 11 വാക്യം എങ്ങനെയാണ്? മക്കളെ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ദൈവം പറയാം. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും അല്ലേ? ട്യൂഷൻ ആരെങ്കിലുമൊക്കെ എടുത്തു കൊടുത്താൽ മതി. ചിലപ്പോൾ അമ്മ പഠിപ്പിക്കും, അച്ഛൻ പഠിപ്പിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും സഹോദരങ്ങൾ പഠിപ്പിക്കും. പക്ഷേ ദൈവം തന്നെ നേരിട്ട് ഒരു കാര്യം പഠിപ്പിക്കാമെന്ന് പറയുന്നത് അതെന്താണെന്നറിയാമോ? ദൈവഭക്തിയാണ്. മക്കളെ, ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട ആളുകൾ ചെയ്യുന്നത് പോലെ ദൈവം തന്നെ പറയുകയാണ്, മക്കളെ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ഇപ്പോൾ കാറ്റഗിസം, അതുപോലെ തന്നെ നമ്മുടെ ഈ വിശ്വാസ ജീവിതം, ഞായറാഴ്ച ആചരണം, തിരുസഭയുടെ കൽപ്പനകൾ, ഇങ്ങനെ കത്തോലിക്ക സഭയിലൂടെ ദൈവം നമുക്കൊരു പരിശീലനം തരുന്നുണ്ട്. ഇതിനെ നമ്മൾ അവഗണിക്കാൻ പാടില്ല, അല്ലേ? വ്യത്യാസമില്ല. നമ്മൾ ഈ ഒരു ക്രിസ്ത്യൻ ഫോർമേഷനിലൂടെ വരുന്നൊരു വ്യക്തിയും അല്ലാത്ത ഫോർമേഷനിലൂടെ വരുന്ന വ്യക്തിയും വ്യത്യാസമുണ്ട്. പല ചിന്തകളിലും ആറ്റിറ്റ്യൂഡിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ദൈവഭക്തി അങ്ങനെ അങ്ങനെ കളിയാക്കപ്പെടേണ്ട ഒരു കാര്യമല്ല, അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഈ മാസം തന്നെയാണ് 27ഉം 28ഉമായിട്ടാണ് നമ്മുടെ മോണിക്ക പുണ്യവതിയുടെയും അഗസ്ത്യോസ് പുണ്യവാളൻ്റെയും തിരുനാൾ, ഓഗസ്റ്റ് മാസം. അപ്പം ചിലപ്പോൾ മോണിക്ക പുണ്യവതി അഗസ്ത്യോസ് പുണ്യവാളന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെന്ന് കരുതുക. ഒന്നും പ്രാർത്ഥിക്കുന്നില്ല, കരയുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. കുറേ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് അഗസ്ത്യോസ് പുണ്യവാളൻ ഉണ്ടായത്. അപ്പം അതൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അഗസ്ത്യോസ് പുണ്യവാളൻ ഉണ്ടാകുകയില്ല. അപ്പം പരിഹാസങ്ങൾ കേട്ടിട്ടും ആ ഒരു 10-20 വർഷം, 28 വർഷം എന്നൊക്കെയാണ് പറയുന്നത്, അത്രയും വർഷം. ഇനി നമ്മൾ കേട്ടിട്ടില്ലേ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, അത് ജൂലൈ 31 പുണ്യവാളൻ്റെ തിരുനാൾ ദിനം. വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ കാണുമ്പോൾ, ഒരു സർവകലാശാലയിൽ പ്രൊഫസറായിരുന്ന പുണ്യവാളനെ കാണുമ്പോൾ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്നിങ്ങനെ ആവർത്തിച്ച് പറയുമായിരുന്നു. വീണ്ടും പറയും, കാണുമ്പോഴൊക്കെ പറയും. അപ്പം നമ്മൾ വിചാരിക്കും കൊച്ചുങ്ങളോട്, മക്കളെ മുട്ടുകുത്തി പ്രാർത്ഥിക്കടാ, പള്ളി പോടാ
എന്ന് പറഞ്ഞു. അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു മടുത്തിരുന്നെങ്കിൽ, ഇഗ്നേഷ്യസ് ലയോള മടുത്തിരുന്നെങ്കിൽ ഫ്രാൻസിസ് സേവ്യർ പുണ്യവാളൻ ഉണ്ടാകുമായിരുന്നു. മോണിക്ക പുണ്യവതി മടുത്തിരുന്നെങ്കിൽ അഗസ്റ്റിനോസ് പുണ്യവാളൻ ഉണ്ടാകുമായിരുന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ മണ്ടത്തരമെന്ന് തോന്നും. ദൈവമേ, മോണിക്ക പുണ്യവതി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു, ഇല്ലേ, 20 വർഷം അത്രയും വർഷം പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ. ഇഗ്നേഷ്യസ് ലയോള പിന്നീട് പറഞ്ഞിരുന്നില്ല, ദൈവമേ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പുണ്യവാൻ സഭയിൽ ഉണ്ടാകുമായിരുന്നല്ലോ, പറയാതെ പോയത് മണ്ടത്തരമായി പോയല്ലോ. ഇങ്ങനെ ചിന്തിക്കില്ല. അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. ഞാനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഞാനൊന്ന് മുട്ടുകുത്തിയിരുന്നെങ്കിൽ എൻ്റെ കുടുംബം ഇന്ന് കരകയറിയാൽ. ഞാനും കൂടി അവരൊന്നും പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ഞാനും പ്രാർത്ഥിക്കുന്നില്ല. അവരൊന്നും വന്നില്ലല്ലോ എങ്കിൽ എനിക്കും പറ്റിയല്ല, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കുടുംബം രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ മണ്ടത്തരം. ഇനി ഒരാൾ രാത്രി ഇങ്ങനെ കുറേ സ്വത്ത് ഉണ്ടാക്കി. ബൈബിളിലുള്ള കഥയാണല്ലോ, നമുക്കറിയാം. അപ്പോൾ അയാൾ തിന്നു കുടിക്കുക, എനിക്കിനി ജീവിതം മുഴുവൻ ആസ്വദിക്കാനുള്ള വസ്തുവകൾ, അറപ്പുരകൾ പൊളിച്ച് വീണ്ടും പണിത് അതിലെല്ലാം ശേഖരിച്ച് വയ്ക്കും. അയാൾ സ്വർഗം ഒരു വിളിക്കും. എന്താണെന്നറിയാമോ? ഭോഷ, ഈ രാത്രി നിന്റെ ജീവൻ പോയാൽ. അപ്പൊ സ്വർഗം മണ്ടത്തരം കാണിക്കുന്നവരെ സ്വർഗം വിളിക്കുന്ന പേരാണ് ഭോഷൻ. ആത്മീയ മേഖലയിൽ നേരാവണ്ണം പോകാത്തവരെ വിളിക്കുന്ന പേരാണ് ഭോഷൻ. ഇനി ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ 24-ാം വാക്യൊരു വാക്യമുണ്ട്. അതായത് ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. അതൊന്ന് വർദ്ധിച്ച് ആരാണ് ജ്ഞാനി? ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ് ജ്ഞാനി. കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ് ജ്ഞാനി. കുംഭസാരത്തിനും കുർബാന സ്വീകരണത്തിനും പ്രാധാന്യം കൊടുക്കുന്നവനാണ് ജ്ഞാനിയെങ്കിൽ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ലോകത്തിൻ്റെ രക്ഷ. ഒരു കുടുംബത്തിൽ 6 പേരുണ്ടെങ്കിൽ 6 പേരും കുർബാന സ്വീകരിക്കുമ്പോൾ, ആളെണ്ണം വർദ്ധിക്കുമ്പോൾ, കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ കുടുംബം രക്ഷപ്പെടും. കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം ഇടവകയിൽ കൂടിയാൽ ഇടവക രക്ഷപ്പെടും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ 24-ാം വാക്യം, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ലോകത്തിൻ്റെ രക്ഷ. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ലോകത്തിൻ്റെ രക്ഷ. ഇനി പരിശുദ്ധ മറിയം ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പോയത് നമ്മൾ പറയും ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്ന് പറയും. ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നൊരു വ്യാഖ്യാനമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്വീകരിക്കുന്നത് മരിച്ചു കഴിഞ്ഞ ഈശോയുടെ ജീവൻ. ഈശോ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അപ്പം തരേണ്ട കാര്യമില്ലല്ലോ, ഈശോ കൂടെ ഉണ്ടല്ലോ. ഈശോ പറയുകയാണെങ്കിൽ ഞാൻ പോവുകയാണ്, അപ്പതെ ഇതാ നിങ്ങൾക്ക് എൻ്റെ ശരീരം എന്നും നിങ്ങളുടെ കൂടെ വസിക്കാൻ ഞാൻ ഭക്ഷണമായി തരുന്നു. അപ്പോൾ ഈശോ കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയുടെ അതായത് ബലിയർപ്പിക്കപ്പെട്ട ഈശോയുടെ ശരീരം ആദ്യമായി സ്വീകരിച്ചത് ആരാണെന്ന് അറിയാമോ? ആദ്യമായി സ്വീകരിച്ചാരാണ്? ബലിയർപ്പിക്കപ്പെട്ട ഈശോയുടെ ശരീരം ആദ്യമായി സ്വീകരിച്ചതും പരിശുദ്ധമ്മയാണ്. കാരണം കുരിശിൻ്റെ ചുവട്ടിൽ മറിയ അവിടെ ഇരുന്നു. അപ്പം മാതാവിൻ്റെ മടിയിലേക്ക് ആ ശരീരം വെച്ചു കൊടുത്തു, ഇല്ലേ? ഇപ്പം ബലിയർപ്പിക്കപ്പെട്ട ഈശോയെ ജീവിതത്തിലേക്ക് ആദ്യം സ്വീകരിച്ച മറിയം, സി മൈനർ എന്ന് പിടിക്കാമോ? സി മൈനർ. അപ്പം ബലിയർപ്പിക്കപ്പെട്ട ഈശോയെ സ്വീകരിക്കുന്ന മറിയം കടന്നു വന്ന വഴികളുണ്ട്. 4-ാം സ്ഥലം അറിയാലോ, കുരിശിൻ്റെ വഴി. അങ്ങനെ ഈസി ആയിട്ട് പോയതല്ല. ആത്മീയ കാര്യങ്ങളൊന്നും ഈസി ആയിട്ടൊന്നും പോകാൻ പറ്റില്ല. രാവിലെ എഴുന്നേൽക്കണം, പള്ളി വരണം, മുട്ടുകുത്തണം, കുടുംബപ്രാർത്ഥന എല്ലണം. ഈസി ആയിട്ട് പോകാൻ പറ്റില്ല. മറിയം ഈസിയായിട്ട് നടന്നതല്ല. കുരിശിൻ്റെ വഴിയിലൂടെ മറിയം ഇങ്ങനെ 4-ാം സ്ഥലം കണ്ടു നിൽക്കാൻ പറ്റുമോ? സ്വന്തം മകനെ അടിച്ചും തൊഴിച്ചും ഒക്കെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അങ്ങനെ വേദനിച്ച് എനിക്കിത് കാണാൻ വയ്യേ എന്ന് പറഞ്ഞ് മാറിപ്പോകാതെ കുരിശിൻ്റെ ചുവട്ട് വരെ നിന്നിട്ട് ആ മൃതശരീരം കയ്യിലേക്ക് വാങ്ങിച്ച സങ്കടത്തിൽ നിൽക്കുമ്പോഴും മറിയം സ്വീകരിച്ച നിധിയാണ് ഈശോ. ഏതനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയെ. ഇന്നത്തെ സുവിശേഷത്തിൽ കേട്ടില്ലേ, മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു. അതുപോലെ അല്ല മക്കളെ ഈ അപ്പം. അത് കഴിച്ചവർ മരിച്ചുപോയി. പക്ഷേ ഈ അപ്പം കഴിച്ചാൽ നിങ്ങൾ ജീവിക്കും. പറുദീസയിൽ ഇത് കഴിക്കരുതെന്ന് പറഞ്ഞു, അത് കഴിച്ചു. അതിനേക്കാളും പറുദീസയിൽ പോലും കാണാത്ത നിധിയാണ് പരിശുദ്ധ കുർബാന. ഏതനിൽ
കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ, കാൽവരി ചോട്ടിലെന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ നിധിയേ, ഏതനിൽ കാണാത്ത പരിശുദ്ധമ്മ സ്വർഗത്തിൽ ബലിയർപ്പിക്കപ്പെട്ട ഈശോയുടെ ശരീരം കാൽവരി ചോട്ടിൽ പരിശുദ്ധമ്മയ്ക്ക് നിധിയാണ്. നമുക്ക് നിധിയാണോ? ഈ പരിശുദ്ധ കുർബാന നമുക്ക് നിധിയാണോ? നിധിയാണെങ്കിൽ എന്തുകൊണ്ടാണ് കുമ്പസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് കുർബാന സ്വീകരിക്കാത്തത്? നിധി വില കൊടുത്ത് സ്വീകരിക്കണ്ടേ? ഇതിനെന്തേ വില കൊടുക്കാത്തത്? ഏതനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ, കാൽവരി ചോട്ടിലെന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ നിധി. സേറാഫുകളൊന്ന് യേശയ്യാക്കേറിയ സ്വർഗീയ തീക്കനാലല്ലോ, മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകളാൽ എന്നാവിലെത്തും കുർബാന. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമീത, സ്വർഗം പാകം ചെയ്തപ്പമീത. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമീത, സ്വർഗം പാകം ചെയ്തപ്പം. അമ്മ നീട്ടിവെക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയാൽ എടാ മോനെ കഴിച്ചിട്ട് പോടാ, കഴിക്കാതെ പോയാൽ ഇരിപ്പുറക്കിയല്ല. അമ്മയെ വിഷമിപ്പിച്ച് അങ്ങനെ വിഷമം തോന്നുന്നെങ്കിൽ സ്വർഗം പാകം ചെയ്തപ്പം നമുക്കെന്തേ കഴിക്കാതിരുന്നിട്ടും വിഷമം തോന്നാത്തത്?